പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ച പ്രകാരം തീസിസ് പ്രസന്റേഷൻ 2020 കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം സ്വാഗതം അറിയിക്കുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ 5 ടീമുകളും അതുപോലെ പാസ്റ്റേഴ്സ് അതുപോലെ ജഡ്ജസ് എല്ലാവരും ഓൾറെഡി നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ വേണ്ടി പാസ്റ്റർ ജോൺസൺ ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാവനെ കേൾക്കാം. പരിശുദ്ധനെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല സായന്ന വേളയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നാഥന്റെ പാദമെടുത്തോടെ അടുത്ത് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ മക്കളാകുന്ന കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. അംഗങ്ങൾ കർത്താവെ തീസിസ് അവതരിപ്പിക്കാനായി കർത്താവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ പാദമെടുത്തുകൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ ടീമിനെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർ കൊടുത്തിരിക്കുന്ന താലന്തുകൾ, കൃപകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനും അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്കുമായി പിന്നെയും പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ അളവറ്റ കൃപ അവരുടെ മേൽ പകരേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യാസമയം കർത്താവിന്റെ നാമത്തിൽ അവർ അവതരിപ്പിക്കുന്ന ആ പ്രോഗ്രാമിൽ കർത്താവിന്റെ വലിയ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. അവരുടെ നാവോടുകൂടി കർത്താവിന്റെ കൃപ വ്യാപരിക്കണം. അവരുടെ വാക്കുകളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ആമൻ വെളിപ്പെട്ട് വരുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ ടീമിനെയും കർത്താവ് പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും അംഗങ്ങളെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ജഡ്ജസ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്മാർക്കായി അവൻ ശുശ്രൂഷന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന ഏവരെയും കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. PIPയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രിയ സെക്രട്ടറിക്കായി, ജോയിന്റ് സെക്രട്ടറിക്കായി സ്തോത്രം ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് എല്ലാം നന്നായി ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ഉയരത്തിലെ കൃപ അവർക്കും നൽകി കർത്താവ് സഹായിക്കണം. ഈ പ്രോഗ്രാം കർത്താവെ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒക്കെ സഭയ്ക്കും അത് അനുഗ്രഹമായി വിടുതലായി തീരുവാൻ തക്കോണം ആത്മാവിന്റെ വലിയ കൃപ വ്യാപരിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ ബലമുള്ള കരങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വൺസ് അഗൈൻ ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം. ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, നമ്മളിത് സൂം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പ്രെയർ മീറ്റിംഗ്സ് ചെയ്യുന്ന പോലെ എല്ലാവരും മ്യൂട്ടിലായിരിക്കത്തില്ല. നിങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ച് ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള പ്രൊവിഷനാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്ന നേരത്ത് മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ട നമ്മുടെ ജഡ്ജസ് അവർ തക്ക സമയത്ത് തന്നെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ചർച്ചിലെ പാസ്റ്റേഴ്സ്, അതുപോലെ ചർച്ച് സെക്രട്ടറി, PIP ജോയിന്റ് സെക്രട്ടറി, എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം ലിസ്റ്റ് പ്രകാരം അടുത്തത് സ്വാഗത പ്രസംഗമാണ്. കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ചർച്ചിലെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ അലക്സാണ്ടർ സാമുവലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എന്നെ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രോഗ്രാം നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വെൽക്കം സ്പീച്ച് എനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആമേൻ. IPC കർമ്മൽ ഷാർജ സഭയുടെ പുത്രിക സംഘടനയായ PIPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീസിസ് പ്രസന്റേഷൻ 2020 സ്വാഗതം ചെയ്യുവാൻ ആമേൻ എന്നെ ക്ഷണിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം ഇതിൻ്റെ ആദ്യം മുതൽ ഇവർ തുടക്കം, അതായത് ഇതിൻ്റെ സംഘാടകർ സെക്രട്ടറി ആയിരിക്കുന്ന എബിൻ ജേക്കബ്, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന അനിരുദ്ധൻ അവർ തീരുമാനിച്ച് പ്രാർത്ഥിച്ച ആരംഭിച്ച ഇങ്ങനെ ഒരു സംരംഭം അതിൻ്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ഇന്നയോളം വഴി നടത്തിയ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി ദൈവമാണ് അതിൻ്റെ എല്ലാ ചുക്കാൻ പിടിച്ചത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് ബുദ്ധിയും അതിൻ്റെ എല്ലാ അറേഞ്ച്മെന്റും, ഓഡിയോ, വീഡിയോ, നെറ്റ്, ട്രാവലിംഗ് ആൻഡ് റൂം അറേഞ്ച്മെന്റ്, സകല കാര്യങ്ങളും ക്രമീകരിച്ച് ഇത്രത്തോളം നടത്തിയ നമ്മെ എല്ലാവരെയും ഈ സൂം മീറ്റിംഗിൽ ഈ പ്രോഗ്രാമിന് വേണ്ടി കൊണ്ടുവന്ന ദൈവത്തിന്, സർവ്വകൃപാലയമായ ദൈവത്തിന് മാനവ മഹത്വവും നന്ദിയും കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ തീസിസ് പ്രസന്റേഷൻ 2020 അധ്യക്ഷനായിരിക്കുന്നത് ഏവർക്കും അറിയാവുന്നത് എബിൻ ജേക്കബാണ്. എബിൻ ജേക്കബിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രകാരം ഒരു പ്രോഗ്രാം നടത്തുവാൻ അവർക്ക് രണ്ടുപേർക്കും ദൈവം സഹായിച്ചല്ലോ. PIPയുടെ തീസിസ് പ്രസന്റേഷൻ 2020ലേക്ക് എബിൻ ജേക്കബിനെ ഞാൻ ഇന്ന് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എബിൻ ജേക്കബിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഞാൻ സ്വാഗതം അർപ്പിക്കാൻ ഉദ്ദേശിച്ച നമ്മുടെ സ്ഥലം സഭയുടെ പാസ്റ്ററാണ്. നമുക്ക് ഏവർക്കും അറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കർത്തദാസൻ IPC കർമ്മേൽ സഭ ഷാർജ സഭയുടെ സ്ഥാപകനും അന്നു മുതൽ ഇന്നു വരെയും ഈ സഭയുടെ സഭാ ശുശ്രൂഷകനുമായിരിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ K. ജോൺ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു, പ്രശസ്ത എഴുത്തുകാരനാണ്, ബൈബിൾ ക്ലാസ് അധ്യാപകനാണ്, സത്യമായ സുവിശേഷമായുമില്ലാതെ ആയിരമായ ജനങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ സുവിശേഷം പറയുന്ന ദൈവദാസനാണ്. ഇന്ന് വൈകുന്നേരം ഈ യോഗത്തിൽ PIPയുടെ തീസിസ് പ്രസന്റേഷൻ 2020ലേക്ക് എൻ്റെ പേരിലും PIPയുടെ പേരിലും പാസ്റ്റർ K. ജോണിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺസൺ ജോർജ്, അനുഗ്രഹനായ ദൈവദാസനെ നമുക്ക് കൃത്യസമയത്തിന് വീണ്ടും ലഭിക്കുവാനിടയായി. PIPയുടെ പേരിലും എൻ്റെ പേരിലും തീസിസ് പ്രസന്റേഷൻ 2020ലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 5 ടീമുകളാണ് ഇന്നുള്ളത്. നമ്മുടെ സഭയിലെ 5 ടീമുകൾ, ഒന്നിനോടൊന്ന് കിടപിടിക്കുന്ന 5 ടീമുകൾ, അനുഗ്രഹമായ ടീമുകൾ. ഈ ടീമിലേക്ക് നമുക്ക് ജഡ്ജസിനെ സഭ ക്ഷണിക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ഭാരവാഹികൾ ക്ഷണിക്കുവാനിടയായി തീർന്നു. ജഡ്ജസിനെ പറ്റി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ജഡ്ജസ് നമ്പർ 1, അതായത് അനുഗ്രഹനായ ദൈവദാസനാണ്. പേര് ഞാൻ പറയുന്നു, റവറൻ ഡോക്ടർ ജോൺസൺ ജോർജ്. റവറൻ ഡോക്ടർ ജോൺസൺ ജോർജ് ശാലേം AG ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററാണ്. ശാലേം AG ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററാണ്. അത് മാത്രമല്ല വർഷിപ്പ് സെന്റർ ഓഫ് കോളേജ് ഓഫ് തിയോളജിയുടെ ഫാക്കൽറ്റിയും കൂടെയാണ്. അനുഗ്രഹനായ ദൈവദാസനെ ഇന്ന് നമുക്ക് ജഡ്ജസായി ലഭിച്ചതിനോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഈ അവസരത്തിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും PIPയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ രണ്ടാമത്തെ ജഡ്ജസ് ബ്രദർ ഡുഗ്ലസ് ജോസഫ് ആണ്. ഞാൻ പരിചയപ്പെടുത്തുന്നു. ശാലേം പെന്തക്കോസ്റ്റൽ ചർച്ച് ഓർഫക്കാനിലെ ഒരു മെമ്പറാണ്. അത് മാത്രമല്ല സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ് അദ്ദേഹം. പ്രശസ്ത എഴുത്തുകാരനാണ്. ഗുഡ് ന്യൂസും, മന്ന, ക്രൈസ്തവ എഴുത്തുപുര, മറ്റു മാസികകളുടെ പ്രശസ്ത എഴുത്തുകാരനാണ്. അത് കൂടാതെ നമുക്കറിയാം, UAEയിലുള്ള കലി ടൈംസ്, മാതൃഭൂമി എന്ന പത്രങ്ങളുടെ റൈറ്റിംഗ് എഡ്യൂക്കേഷണൽ ടോപ്പിക് എഴുതുന്ന വ്യക്തിയും കൂടെയാണ്. ബ്രദർ ഡുഗ്ലസ് ജോസഫിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജഡ്ജസായി ഇന്ന് രാത്രി നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. PIPയുടെ തീസിസ് പ്രസന്റേഷൻ 2020ലേക്ക് ഹാർദവമായി എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത സ്വാഗതം പറയാനുള്ളത് ഇവിടുന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 5 ടീമുകൾക്കാണ്. ടീം നമ്പർ 1, 2, 3, 4, 5 5 ടീമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുകൂടാതെ ഈ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ഇന്ന് ഉണ്ട്. ജോയിന്റ് സെക്രട്ടറിക്കും സ്വാഗതം ഞാൻ അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. 2020 വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം, പേരിട്ട ഒരു വർഷമായിട്ട് തീരും. ഈ വർഷം ആരോട് ചോദിച്ചാലും ഈ വർഷത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും, ഇറ്റ്സ് എ ഇയർ ഓഫ് ഡിസാസ്റ്റർ. ഈ മഹാമാരി വന്ന ഒരു വർഷം. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയുന്നത് ഇയർ ഓഫ് കൊറോണ എന്ന് വേണമെങ്കിൽ അവർ പറയും. പല ബുദ്ധിമുട്ട് അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഈ വർഷത്തിൽ നമ്മൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല ബിസിനസ് അടയ്ക്കാനിടയായി, എന്നാൽ കുറച്ച് ബിസിനസ്സുകൾ, ചില ബിസിനസ്സുകൾ ലാഭം നേടുവാനിടയായി. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ്, എല്ലാ ഭവനങ്ങളിലും ഇപ്പൊ ഇന്റർനെറ്റ് ഉണ്ട്. ഇല്ലാത്ത ഭവനങ്ങൾ വരെ ഇന്റർനെറ്റ് എടുക്കാൻ കാരണമായി ഇങ്ങനെ ഒരു വർഷം വന്നപ്പോൾ ഇന്റർനെറ്റ് കമ്പനികൾക്ക് ഒരു വലിയ ലാഭമായി മാറി. എന്റെ ഭവനത്തിലും ഇന്റർനെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഓഫീസിൽ വന്നിട്ടാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു വർഷമായിട്ട് പോലും ആത്മീയ ജീവിതത്തിലും പല ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയാനിടയായി. നമ്മുടെ സഭകളെല്ലാം അടച്ചു, മീറ്റിങ്ങുകളൊന്നും പഴയ പോലെ നടത്താൻ നമുക്ക് കഴിയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു വഴി, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം PIP സംബന്ധിച്ച് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. പ്രത്യേകിച്ച് ഞാനും എല്ലാവരും അതൊന്നും നടത്താൻ ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ടില്ല. എന്നാൽ വേറൊരു രീതിയിൽ മറ്റൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പല പ്രോഗ്രാംസും ഈ വർഷം ഞങ്ങൾക്ക്
നടത്താനിടയായി. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു അനുഗ്രഹമായ ഒരു വർഷം തന്നെയാണ്. PAP സംബന്ധിച്ച് ഇങ്ങനെ ഒരു തീസിസ് പ്രസന്റേഷൻ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ച കാര്യമല്ല. എന്നാൽ ദൈവം ഇങ്ങനെ ഒരു വിഷൻ തന്നു. ഞങ്ങൾ അത് ചർച്ചിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യാനിടയായി. 5 ടീമുകളാണ് ഇതിന് പേര് തന്നത്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ താനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ടീംസിനും എൻ്റെ ബെസ്റ്റ് വിഷസ്. ഇന്ന് കടന്നു വന്ന ജഡ്ജസ് എല്ലാവരും അറിയാൻ വേണ്ടി ഇനി അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഓടിച്ച് വായിക്കുവാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമാണ്. എന്നാലും കൂടെ ഒന്നും കൂടെ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുവാണ്. നമ്മൾ ഓൾറെഡി ചെസ് നമ്പേഴ്സ് നിങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം T1 to T5. ഓരോ ചെസ് നമ്പർ ഓരോ ടീമാണ്. ആ ടീമുകൾക്ക് 7 minutes ആണ് പ്രസന്റേഷനുള്ള സമയം. 7 minutes സ്റ്റാർട്ട് ചെയ്ത്, അതായത് 6th minute ആകുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ വാർണിംഗ് ബെൽ. ഓക്കെ, അതുപോലെ 7th minute ആകുമ്പോൾ ഇറ്റ് വിൽ ബി എ ഡബിൾ ബെൽ. 6th minute ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്യുക. ടൈം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മാർക്സിന് ഡിഫറൻസ് വരുന്നതായിരിക്കും. സോ ബി കെയർഫുൾ. അതുപോലെ നിങ്ങളുടെ പ്രസന്റേഷന് ശേഷം യു വിൽ ഗെറ്റ് 2 minutes ജഡ്ജസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അതായത് 2 ചോദ്യങ്ങളും ഒരുമിച്ചായിരിക്കും ചോദിക്കുന്നത്, 1 by 1. ആ 2 ചോദ്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ പേപ്പർ പെൻ വെച്ച് നിങ്ങൾ എഴുതിയെടുത്തിട്ട് ആ 2 ചോദ്യങ്ങൾക്കും ഡിസ്കസ് ചെയ്യാനുള്ള ടൈമാണ് 2 minutes. ആൻഡ് ആഫ്റ്റർ 2 minutes നിങ്ങൾക്ക് അതിന്റെ ആൻസർ ജഡ്ജസിനോട് അവതരിപ്പിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ നോട്ടിഫൈ ചെയ്ത പോലെ തന്നെ ഇതൊരു ഇന്റർനെറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഓഡിയോ വീഡിയോ ഇങ്ങനെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെയാണ്. എന്നാലും ഇൻ കേസ് ഒരു ടീമിന് ഇന്റർനെറ്റ് ഇഷ്യൂ കാരണം പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു വിൽ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ്. ബാക്കി എല്ലാ ടീംസും പ്രസന്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നതാണ്. അതുപോലെ മാക്സിമം നിങ്ങൾ ഇരിക്കുന്ന റൂമുകൾ വേറെ എക്സ്റ്റേണൽ നോയ്സ് ഒന്നും വരാതെ നോക്കുക. കാരണം നിങ്ങൾ സംസാരിക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് ജഡ്ജസിനെ കേൾക്കണം. സോ ബി കെയർഫുൾ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ആദ്യമേ ഐ വുഡ് റിക്വസ്റ്റ് ജഡ്ജസ്, നിങ്ങളുടെ സൂമിൽ താഴെ നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട് റൂം കാണാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ബ്രേക്ക്ഔട്ട് റൂമിന്റെ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ റൂം. Stage 1 എന്ന റൂം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ജോയിൻ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Judge 1 and Judge 2. Okay, judges, please note, first team, chess number T2. Chess number T2. Okay, team chess number T2, you can start. Praise Lord. Praise Lord. Greetings to all in the precious name of our Lord and Savior Jesus Christ. Today, I thank all the PAP members for giving a good opportunity to speak the word of God. So today, I got the subject as what are the problems being faced by the church during COVID-19 and what are their solutions. So I would like to introduce some points on the first question. What are the problems being faced by the church during COVID-19? So the first point I would like to introduce is about unity. The unity between the church members and the families are missing due to this pandemic. The second point is our church-related programs. Our church-related programs now it's broken, such as cottage meetings, fasting prayers, some etc. Some churches are also conducting whole night prayers, and then our Sunday school programs and ladies meeting. Now we cannot conduct all these programs as face to face, so it affected our spiritual growth. So now let's see what are the solutions for these problems. First one, unity. Now we know that there are many social medias. So if we have free time, we can chat or call the families, or we can pay a visit to the nearby families and ask about their welfare and pray for them. The second one is spiritual programs. Now we know that there are many online platforms to show our talents to the world wisely. Thank you. You can ask questions.
Okay, thank you for your presentation. Yeah, my doubt is that why unity has gone from your church? What is the reason for that? Is this COVID made some issues on like that? Okay, question number 2, please. Thank you, Team 2, for the presentation. My question is this online platforms are effective to conduct the worship services and other spiritual services of the church? Okay, chess number T2, you can say your answers. Okay. So the first question answer is why we are missing unity in this platform means like we are attending at online like online churches at like on at home. So like now we are like separated from each family member. So we don't have the unity strength between the church members and the family. The second answer is why is the spiritual program effective? The answer is like we can like conduct all effective like means sometimes some programs we can attend. So like some programs we can make it online, but some programs we can't. So we can say that like it's a little bit of only effective. That much only. Okay, judges, ഇപ്പം കഴിഞ്ഞ ചെസ് നമ്പർ T2 ആണ്. Next team, chess number T3. I repeat, chess number T3. Team T3 ready ആണല്ലോ അല്ലേ? Yes. Okay, your time starts now. The challenges faced by church during COVID-19 and their solutions. So to start with, what is the church? The word church comes from the Greek word called ecclesia, which means a called out company or assembly. In the Bible, we can see the church is referred to the body of Christ and ultimately the bride of Christ. It is not a physical building, but it is referred to the believers who are also known as the temple of God. Now, what is COVID-19? COVID-19 pandemic is also known as coronavirus pandemic, which started in the state of Wuhan, China in 2019 and spread across all the world like wildfire. So basically this virus is a highly contagious virus. It's created a havoc all around the world, and it also affected the church in many significant ways. Now the church, this is not the first time for a church to face any crisis or challenges. If we see the history, the church has faced many challenges from the beginning itself. The disciples had a short lockdown after Jesus Christ's death, and the church has overcome all the challenges in the history because the chief cornerstone of the church is Jesus Christ. Now we'll see point by point the challenges faced by the modern churches and their solutions during this pandemic. The first problem is all the church activities and prayers and worships were suspended temporarily. Now the solution came up. Most of the churches declared to go online through website, TV, radio, social media. This was considered as a positive approach. And yes, it was very good. But there is a drawback, a small drawback, like everyone does not have access to the internet. Now, the second problem the church faced is the psychological effect on most of the believers. Now, most of the believers were not satisfied with the effect that they get from the virtual meeting sitting at home in comparison to the actual places of worship and prayers. Now, the solution is the believers should understand that we have to submit to the authorities. And also, you can praise and worship God anywhere. You just have to be in spirit and truth, as the Bible says. Now, the third problem is the financial struggles. Now, this is a real crisis faced by the church. There are a lot of financial crises faced by the church all over the world because there are a lot of job losses, salary cuts, and the believers are not giving as they used to give before. So the solution for this is the church leaders and the pastors have to rethink about their financial strategies, and also they have to be very transparent with their believers. They have to be very clear about the financial needs of the church. Now, the fourth problem is the lack of spiritual harmony and joy. Basically, the lack of fellowship. Yes, we all feel very happy. Of course, the harmony, joy is missing because we are not able to gather under one roof. Even though some of the churches have opened, the occupancy is never 100, it's 30% occupancy.
Now, the solution to this is you have to remember the verse of Jesus Christ saying, if 2 or 3 gather in my name, I am among them. So I am in the midst of them. So Jesus Christ is among them. If it's only a husband or wife or any 2 people, you can see the example of Paul and Silas in prison. They were overjoyed. They worshipped God and they got great deliverance in prison. So that is the solution. Now the other problem is that is a major crisis faced by the church is the stop or the halt of missionary works and door-to-door gospel works all around the world. Now that's a major crisis. Now the solution to this is missionaries, pastors, leaders, and everyone, every believer has the responsibility to spread the gospel. So we should maximum utilize the social platform, the online platform to spread the gospel. And also we should be reaching out to people who are in need, because in this desperate times, a lot of people in need. So basically you should reach out to them through the gospel of love and tell them about Jesus Christ. This is the time to help. Now the next problem is the lack of Holy Communion. Lack of Holy Communion is not a crisis, but then again, it's a major missing for the believers. Now the solution is, we should remember that Paul said, whenever you come together, do it. So however advanced is the technology, we cannot come together in the internet for the Holy Communion. So you should remember that this is done in the remembrance to remember the body and blood of Jesus Christ, our Lord Savior. So you can remember the sacrificial death of our dear Savior every time you gather for a prayer. Now the next problem is the social media dramas. A lot of people have gone online. They have started prayers, solo songs, family prayers. They are speaking in tongues in social media. Sometimes this becomes a mockery in public. So the solution is the people of God who truly know God should not encourage such activities online. And the next problem is there are a lot of growing mental health issues among the believers. When I'm saying it's the church, because of job loss, economic crisis, and also some are getting panic attacks thinking about the future, about the virus. Now, the solution to this is the pastors and the leaders of the church and also the believers should help each other. They should identify such believers who are going through mental trauma and support them. And the next problem is with children and youth. The children and youth also got very badly affected because they are locked inside homes and they're not having any relationship with the outer world like they used to have. They're missing their Sunday schools, VBS, the vibrant youth meetings that they used to have. So the solution is the Sunday school teachers, the youth leaders, pastors, everyone should make extra effort to make a personal relationship, an individual relationship with the children and youngsters in the church and help them with their well-being and mental and emotional relationship. And there are a lot of programs online to motivate them. And the last thing is the faith getting cold. Most of the people in the last days, many's faith will grow cold, many's love will grow cold because of the distress and sufferings going on in this pandemic. So the solution is, again, the pastors and the leaders should have a close watch on such people and help them grow in faith. Let me conclude here. Our God, Jesus Christ, is in control over any pandemic or any crisis in life. He is a powerful God. He is the chief cornerstone of the church. The gates of hell shall not prevail against the church. So let's be more dependent on God, and God bless you all. Thank you. I would request Judge 1 to ask the question first. Yeah, thank you for your presentation. I appreciate your concerns. Yeah, my small question between your 5 and 7 points. Okay, in fact, you are devaluing that social medias are not appropriately used. That is your point number 7. And same time, you're asking to keep going on social media. So how you want to make a draw line on this? Question is clear or not? Yes, yes, yes. Okay. Okay. Question number 2 from Judge 2. Thank you, Team 2, for the presentation. My question is, do you think the pandemic situation might lead some people to forsake or a situation of apostrophe, that they forsake their faith? Whether the number of people who
forsake their faith, or the number of people their faith is increasing? Which one will be more? Team Okay, so T3 your question, questions clear ano? the second question I would like to again ask. Yes. The question is the number of people who have forsaken the faith, or the number of people whose faith has increased, which is more, right? There is two parts of the question. The first part is, do you think the situation might lead to forsake the faith? That is the first part. And whether this situation, this particular pandemic crisis, has led to a situation where more people forsake their faith, or there is an increase in the faith. Which condition is more, in your opinion? Okay, I got it. Okay, Team T3, you can say your answer. Okay, praise the Lord. So the first question's answer is, of course, internet is a very strong tool during this crisis. We are using the internet and especially the social media for the gospel works and everything. I do encourage it. I've written that very clearly. It's a positive approach. But you can see in the recent times during this pandemic, there are a lot of people going online in Facebook and other social media where they're doing show-off kind of meetings and songs. They're speaking in tongues. And they are family prayers online, and they are doing this for likes and shares, more views, you know. So sometimes it becomes a mockery. Now, that was my point. Now, again, there are a lot of false teachings. There are a lot of false teachings you can see in the social media about this coronavirus pandemic. And when we children of God, the believers, hear such teachings and messages and speeches by the pastors, we feel actually sad. We feel really bad. Like, what is it going on? What's going on? So of course, every good thing has both sides. So the social media is such a blessing in ministry. But on the other side, there is again this group. Of course, the Satan is using a lot of people for the mockery, to the word of God, and also a lot of false teachings are going on. So that is what I meant. And again, I'm saying that you should not be using anything for the show off. You should be using the word of God in social media for the spiritual edification, for the spiritual growth. Okay, so the answer for question number 2 is, many people's faith will grow cold in the last times. Now that we are seeing in Matthew 24:12, that Jesus Christ says, because of the increase of wickedness, the love of most will grow cold. So the love of most will grow cold in the sense, during this pandemic, there is one batch of people who were not much spiritual even before. So they have gone back from their faith more backwards. They have taken a step backwards. And also they are completely affected by the crisis, and a lot of things affected. In the last days, God says, whoever is doing good, let them do good. And whoever is not doing good, of course, there will be a clear division between the people of God and the people who will go away from faith. Now, the question Sir has asked, like, who will be more in number? That I won't be able to say that the people who will go backwards will be more. No, because in the last days, of course, the people whose faith, there will be a lot of people adding to the church, because God is going to come. The second coming is near. So I would say God's Holy Spirit will work more effectively in the last days, because as many as possible should be added in the kingdom of God. So the Holy Spirit's work will be more and more in the last days. There will be some people whose faith has gone cold, or who will go or who will leave the faith, but the more will be added to the kingdom of God, because this is the time that the believers and the church has to gear up.
And I strongly believe, because the church, the chief cornerstone is Jesus Christ, and his second coming is very near. So my answer would be, there will be more people added in the last days to the kingdom of God, compared to the people, compared to the number who will lose their faith, or whose love will grow cold. Okay, thank you, team T3. You can leave the meeting. Thank you so much. Okay, judges, please note, ഇപ്പം കഴിഞ്ഞത് team T3 ആണ്. Next chess number, team T1. I repeat, T1. Am I audible to you? Yes. Okay, judges, we have team T1. T1, are you ready? Yeah, we are ready. Okay, your time starts now. Praise God. We are extremely delighted to stand amidst you virtually and speak on the much prevalent topic, the problems faced by the church during COVID-19 and the solutions. After the 1920s Great Depression, the next global depression has entered the scene as COVID-19. Such an unprecedented wave has left the people from all walks of life frightened and nervous. Every Christian soul is now fantasizing about a simple act which was once so common that it never got its due attention, and now it's lost in the new norm, going to the church hall. These uncertainties have made this virus the time dividing factor, having the power of 0 in the number line. Without wasting time, let's move on to one of the many challenges faced by the church. First, lack of fellowship. The Acts 2 role model church had the 4 P's: participation, proclamation, propagation, and preservation. This pandemic has left us to a situation where we can't even partake in the Lord's table. Though apps like Zoom has made it possible to meet each other virtually, yet it fails to provide the joy of physical hugs and handshakes. The church now struggles to share each other's joys and sorrows. Next, diminishing revival and the decline in spiritual growth. Once who were grounded in gospel and centered in worship are now experiencing a downfall in their spiritual life. On one side, many have encountered Jesus like never before during this tough time. Few whose faith were not so strong, few who were beginners in their faith, few who were dependent upon the weekly prayer meetings for self-edification are seeing a major setback in the spiritual life. The spiritual dearth of word and worship has taken them away from Christ. All through the New Testament, we can see apostles writing letters and traveling to places to strengthen the faith of their believers. Technology has made talking to our ministers just a click away, yet their visits to our homes are very necessary. Taking into account Jesus' visit to Lazarus, which led to new life in John 11, or Cornelius' invitation to Peter in Acts 10, which led to a new spiritual realization that our God is an impartial God. And many such incidents, we can infer the importance of visits of ministers of Christ to our home. Virtual meetings have made prayer meetings possible, but in remote places where technology and internet has not deepened its faith, thus believers suffer enormously with spiritual latency. Not only this, in addition, as the church activities like outreach meetings and crusades have seen a dead end, addition to the number of Christ followers has been stagnant. Remember the last time you rejoiced in somebody's salvation, or the last time you saw a baptism ceremony, or the last time you heard about someone receiving the gift of the Holy Spirit. Your memory might have sure taken you down a year. Next, the financial blow. The church leaders are bewildered and they stand nervously as they suffer to make the both ends meet. Helplessly, they remind the congregation to tithe on time while their hearts are wailing for the believers who have seen their finances being worked by the pandemic lockdown. Many poured out their hearts and contributed well to the missionaries in need, but still many out are there struggling for survival. Next, facing questions. Coronavirus pandemic has triggered some big questions about God. These questions may come as taunts by the non-believers or by innocent curiosity of little children. The people of God suffer calamity, and those who love the sovereignty of Lord are often treated with questions like, "Where is your God now?" The psalmist answers in Psalms 42:5 that our God will restore my fortune and I will praise him. In another instance, the psalmist answers in Psalms 115, 2 and 3, our God is in the heavens and he does all what he pleases. As children grow and learn more about God and life, they will naturally ask some big questions. Share the big story of the Bible with them. We conducted a small-scale survey to understand the mindset of the believers during this pandemic.
When we interacted with the respondents regarding the tithe, it was sad to infer that few are simply assuming that churches don't need funds anymore. With this, you might have got a clue about how grave the situation is. So let's hear about the possible solution from my teammate. While the world waits and believes in the vaccines to hit the stage and cure the pandemic, let's dig deeper into the solutions to the pandemic pains that the church is undergoing. 1. Stay apart, stay truthful. Peter says in 1 Peter 2:13 to submit to the authorities. Abide by the rules of quarantine, maintain social distance. It is foolish of us if we roam about without precaution and claim that our faith will save us. Remember the commandment you learned in Sunday school. Do not test the Lord your God. When our church leaders are making every effort to make this happen, we are obliged to be truthful in this meeting. Attend the meeting with the same attitude and reverence as you would in a prayer hall. Dress decently, without passing comments, without saving time for household chores. Sit with fear of God, with prayer and petition in heart. 2. Repentance. The Bible describes numerous occasions when God brought plagues and diseases on his people and on his enemies. God's punishment always is the God of repentance and restoration. As written in 2 Chronicles 7:13-14, God said to Solomon, "When I shut up the heavens so that there is no rain, or command the locusts to devour the land, or send plagues among my people, if my people who are called by my name will humble themselves and pray and seek my face and turn from the wicked ways, then will I hear from heaven and forgive their sin and heal their land." 3. Take responsibility. Church have a fixed amount of financial need. Be responsible enough to give your tithes and offerings in order to ensure that the church never run out of finance. Reach out to the people in need, be gracious to give and smart to identify whom to give. Now we would like to conclude our words by saying, rejoice in the Lord always, and also remember these too shall pass. Thank you. Question number 1 from Judge 1. Yeah, thank you for your presentation. Yeah, a small question from my side is, you said the leaders and pastors are suffering to make both the end meets. Okay, fine. What are your special suggestion to more concentrate on the collection part, and how you can propose some good standardized procedures? Even the first century, they were having a practice of sharing each other. What is your opinion about that? Is it clear? Yes, yes. Thank you. Question number 2 from Judge 2. Thank you, team number 1, for your presentation. My question is, do you think this COVID crisis is a real test of our faith? Let me repeat. Do you think this COVID crisis is a real test of our faith, our individual relation with God? Thank you. Okay, team T1, you can say your answers. Praise the Lord, everybody. So the first question was to suggest about some way to collect the money. So we just got 2 minutes and discuss some few ways. So one of the ways we can appoint one responsible person in each church, which would just collect the money and would transfer to the correct source, which are really in need, taking into account the frauds and the scams which are going these times. So for example, in our church we have a benevolent fund, and we have a person appointed who takes care of collection of money and delivering it to the correct person. So that is one way. And next way we can suggest is the use of social media and networking. In this time, nothing is as powerful social media and networking to spread the news. So for example, if a person A comes in contact or hears about someone who is very much in need of money and who is serving God, and he can post in the Facebook or through WhatsApp, they can spread the news. And but that same person should be responsible that the money reaches the same person, it's not deviated.
And this is the answer we found for the first question. And the second one is that is this the real test of faith? So as James 1 teaches us that God doesn't test anyone. God only provides trials to his people. So surely, yes, this is a trial for all of us. It's not a test because God doesn't test anyone. So yes, it's an individual trial in each everybody's life. We have seen that how our faith has been increased in some cases, and so how somebody and some who don't care about their own spiritual life, their spiritual life has seen a setback, and that's what we feel. Yeah, so yes, it's a trial of faith for individual individually. It's a trial of faith for everybody. How we can abide? How are we abiding to the rules which the government has imposed? Are we maintaining the spiritual life? Uh, just like in the New Testament, the Pharisees were very much they were very much spiritual in the eyes of the people. They were not, but they were not spiritual in their personal lives. So maybe God is saying that who all are really spiritual in their own lives, and who will maintain the spiritual life even in this trial time, who will still trust the Lord that He is there and He is taking care of us, who will still trust in spite of all these tough times, who will still trust the Lord. Maybe this is what's in God's mind. Thank you, team T1. You can leave the meeting. Okay, judges അറിയുവാൻ ഇപ്പം കഴിഞ്ഞത് team T1 ആണ്. Next T4. Next test number T4. Team T4 കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, നിങ്ങളുടെ സമയം സ്റ്റാർട്ട് നൗ. ദൈവത്തിന് മഹത്വം. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. COVID-19 കാലഘട്ടത്തിൽ ദൈവസഭ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രബന്ധം അവതരിപ്പിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന IPC കർമ്മേൽ ഷാർജ PVPI ഭാരവാഹികളുള്ള നന്ദിയെ സ്നേഹത്തെ ആദ്യം തന്നെ അറിയിച്ചുകൊള്ളുന്നു. COVID-19 ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായ ദൈവസഭയുടെ വളർച്ചയെ തളർത്തുന്നതോടൊപ്പം തന്നെ സഭയെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി ഇല്ലായ്മ ചെയ്യേണ്ടതിന് വേണ്ടി സാത്താന്യ മണ്ഡലം ആദ്യം മുതൽ തന്നെ വളരെയേറെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ബൈബിളിൽ നിന്ന് അനേക ഉദാഹരണങ്ങൾ നമ്മൾക്ക് ഇതിന് കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ശത്രുവായവൻ പിശാച് പ്രവർത്തിച്ച മറ്റൊരു തന്ത്രമാണ് COVID-19 എന്ന ഈ മഹാമാരി. ലോകത്തിലുള്ള അനേകം ജനങ്ങൾ ഇതുമൂലം അനേകം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ദൈവസഭ അനേകം പ്രശ്നങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ദൈവസഭ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ ചിന്തയിൽ, അതായത് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശത്തെ തന്നെ COVID-19 തൊട്ടതായിട്ട് കാണുവാൻ കഴിയുന്നു. അതെങ്ങനെയെന്ന് നമ്മൾക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നതിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ. നമ്മൾക്ക് നേരിട്ടുള്ള സുവിശേഷ ഘോഷണം ഈ COVID-19 മൂലം സാധിക്കാതിരിക്കുന്നത് കൊണ്ട് ദിനംതോറും മാനസാന്തരപ്പെട്ട ക്രിസ്തുവിലേക്ക് ആദായപ്പെടുന്നവരുടെ എണ്ണം ഒരുപക്ഷെ കുറച്ചെങ്കിലും കുറയ്ക്കുവാൻ ഈ COVID-19 സാധിച്ചു. അതേപോലെ തന്നെ മാനസാന്തരപ്പെട്ട് മുൻകാലങ്ങളിൽ ദൈവമക്കളായി തീരുന്നവരുടെ ദിനംതോറുമുള്ള മാനസാന്തരത്തിന് തടയിടുവാൻ ഇത് കാരണമായി. എങ്ങനെ ഇതിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും? പ്രവൃത്തിയിലൂടെ വിശ്വാസം എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തി നമ്മൾക്ക് നേരിട്ടുള്ള സുവിശേഷ ഘോഷണത്തിന് പകരം ഈ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമെന്നെ അവരെ സഹായിച്ച ക്രിസ്തുവിലുള്ള സ്നേഹം അവരിലേക്ക് പകർന്നു കൊടുത്ത് അവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ നമ്മൾക്ക് കഴിയും. അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ ദൈവമക്കളായിരിക്കുന്നവരെ ദിനംതോറും ദൈവവചനം ധ്യാനിച്ച് അതിൽ നിന്ന് ആലോചന ഭാവിച്ച് മാനസാന്തരപ്പെടുവാൻ കഴിയും. അടുത്തതായിട്ട് വിശ്വാസ സ്നാനത്തിനുള്ള സാഹചര്യമില്ലായ്മയാണ് മറ്റൊരു പ്രതിസന്ധി. ഈ കാലഘട്ടത്തിൽ നമ്മൾക്കുള്ള നിയന്ത്രണങ്ങൾ മൂലം വിശ്വാസ സ്നാനം നടത്തുവാൻ കഴിയില്ല. അതിനെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും? സുവിശേഷത്തിന് അവസരമില്ലാത്ത രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ, സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? വലിയ ആരവങ്ങളോ പ്രചാരണങ്ങളോ ഒന്നും കൂടാതെ തന്നെ സ്നാനപ്പെടുന്ന ആളും ചെന്നിട്ട് സ്നാനങ്ങൾ നിർവഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അത് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ, ഉദാഹരണം പട്ടാളം അതുപോലുള്ള സ്ഥലങ്ങളിൽ അഭിഷിക്തനായ ദൈവദാസന് ചെന്നെത്തപ്പെട്ട സ്നാനപ്പെടുത്തുവാൻ കഴിയുകയില്ല. ആ സാഹചര്യത്തിൽ പക്വത പ്രാപിച്ച് ആത്മീയതയിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് സ്നാനപ്പെടുത്തുന്നതിനുള്ള അനുവാദം ദൈവസഭ നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയും. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാഭിഷേകം, അതായത് ആത്മാവിലുള്ള ആരാധനയുടെ കുറവ്. നമ്മുടെ സഭായോഗങ്ങൾ ഒരുമിച്ചുള്ള ആരാധന
ഇതെല്ലാം ഇല്ലാതായത് മൂലം ഒരുമിച്ചുള്ള ആരാധനയുടെ കുറവ് അനുഭവപ്പെടുന്നു, ക്ഷീണം അനുഭവപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നു. അതിനെ നമ്മൾക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും? നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഏകരായിട്ട്, അതുപോലെ തന്നെ കുടുംബങ്ങളായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ ആലോചനകൾ പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവമക്കൾ എത്തപ്പെടേണ്ടതാകുന്നു. അടുത്തതായിട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം ലഭ്യമാകുന്ന ദൗർലഭ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ COVID-19 എന്ത് നമ്മൾക്ക് സമ്മാനിച്ചു? യഥാർത്ഥ ഉപദേശത്തിന്റെ കുറവും അതുപോലെ തന്നെ ദുരുപദേശങ്ങളുടെ ഒരു കടന്നുകയറ്റവും കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങൾ ലഭ്യമാകുന്നുവെങ്കിലും സമയപരിധി, ഇന്റർനെറ്റിൽ ഇല്ലായ്മ, ഇതൊക്കെയും കാണുവാൻ സാധിക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നു? ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം ധ്യാനിച്ച് ആലോചന ദിനംതോറും പ്രാപിച്ചെടുക്കേണ്ട ഒരു ആത്മീക തലത്തിലേക്ക്, ഒരു ശുശ്രൂഷക തലത്തിലേക്ക് എല്ലാ വിശ്വാസികളും ദൈവമക്കൾ ഉയർത്തപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് കൂട്ടായ്മ കൂടിവരവുകൾക്കുള്ള പരിമിതി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ, സഭയുടെ കൂട്ടായ്മകൾ ഇല്ലാതായത് മൂലം നമ്മൾക്ക് ആരാധന, സൺഡേ സ്കൂള്, PYP എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അതിൽ നിയന്ത്രണമായിരിക്കുന്നു. അതിനെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു? ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തണം, എന്നാൽ അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതിന് നമുക്ക് തിക്തമായ അനുഭവമാണ് നേരിടേണ്ടി വരുന്നത്. നമ്മളത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക, കൂടുതൽ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, ആ രീതിയിൽ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ദൈവമക്കൾ എല്ലാവരും ശുശ്രൂഷക തലത്തിലേക്ക് എത്തപ്പെടേണ്ടതിന് ആവശ്യകത ഇവിടെയും കാണുവാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് അപ്പം നുറുക്ക് കർത്താവിന്റെ മേശ അനുഷ്ഠിക്കുവാനുള്ള അവസരമില്ലായ്മയാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ വരുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് കർത്താവ് അരുളിച്ചത് ഈ ഉപദേശം നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് ദിനംതോറും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന് കർത്താവിന്റെ ക്രൂശീകരണത്തെ ധ്യാനിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ കൂടി വരുന്ന ഓൺലൈൻ മീറ്റിങ്ങുകളിൽ ഇതിനുവേണ്ടി സമയം വേർതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പം നുറുക്ക് പ്രത്യക്ഷത്തിൽ ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിന്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയും. അടുത്തതായിട്ട് അവസാനമായിട്ട് പ്രാർത്ഥനകളിൽ വന്നിട്ടുള്ള കുറവാണ്. നമ്മളുടെ മീറ്റിങ്ങുകൾ ഇല്ലാതായത് മൂലം പ്രാർത്ഥനകളിൽ വളരെയേറെ കുറവുകൾ വന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതിനെ അഭിമുഖീകരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചെയിൻ പ്രയർ, അതുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ പല വിഷയങ്ങൾ കൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ളത് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ ഓൺലൈനിൽ ഇരുന്ന് മീറ്റിംഗ് കൂടുന്ന വിശ്വാസികളും ഏകാഗ്രതയോടെ നമ്മൾ ആ ആത്മീക അന്തരീക്ഷം വിടാതെ അതിനെ അഭിമുഖീകരിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ, ഈ പ്രശ്നങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടത് മൂലം പിശാചിന് എന്ത് ചെയ്യാൻ പറ്റി? നമ്മളെ സഭയുടെ അടിസ്ഥാന ഉപദേശത്തെ തന്നെ തൊട്ടിട്ട് സഭയെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി ഇല്ലായ്മ ചെയ്യുവാനുള്ള പിശാചിന്റെ സാത്താന്യ മണ്ഡലത്തിന്റെ ഒരു കുതന്ത്രമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച സഭയുടെ നാഥനായ ക്രിസ്തു ഇതിൽ നിന്ന് നമ്മളെ വിജയകരമായ അനുഭവത്തിലേക്ക് നയിക്കും, സഭയെ നയിക്കും എന്നതിൽ തർക്കമറ്റ കാര്യമാണ്. എന്നാൽ ഈ COVID-19 മൂലം, ഈ COVID-19 എന്ന ഈ മഹാമാരി കൊണ്ട് കർത്താവ് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? എബ്രായർ 5:12 കാണുന്ന പ്രകാരം നമ്മൾ ആത്മീക ശൈശവത്തിൽ നിന്ന് മാറി ആത്മീക പക്വതയിലേക്ക് ഉയർന്നിട്ട് എല്ലാവരും, എല്ലാ വിശ്വാസികളും ശുശ്രൂഷ തലത്തിലേക്ക് എത്തപ്പെടേണ്ട ഒരു ആവശ്യകത അനിവാര്യമായിരിക്കുകയാണ്. നമ്മൾ ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് എത്തപ്പെടണം. കുടുംബങ്ങളായിട്ടും വിശ്വാസികളായിട്ടും ശുശ്രൂഷ തലത്തിലേക്ക് എത്തപ്പെടണം. നമ്മൾ ആത്മീക പക്വത പ്രാപിക്കേണ്ടത് സാഹചര്യം അനിവാര്യമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലോക സംഭവങ്ങളും ഈ മഹാമാരിയും എല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നത് ഒരു കാര്യമാണ്: നമ്മൾ അരുമനാഥനായ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. അതിനുവേണ്ടി കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് വേർപാടോടും വിശുദ്ധിയോടും ദൈവവചനത്തിന് അധീനപ്പെട്ട ദൈവഹിത പ്രകാരം ഒരുക്കമുള്ളവരായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. അതിനുവേണ്ടി ദൈവം ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. First question from Judge 1. Thank you, team number 4. കേൾക്കാമല്ലേ? കേൾക്കാം. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ആത്മാവിലുള്ള ആരാധന കുറവ് എന്ന ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആത്മാവിൽ നിറഞ്ഞ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പാടുവാനും ആരാധിക്കുവാനും ഒക്കെയുള്ള ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് പാടി ആത്മാവിലാവുന്നതിനെ കുറിച്ചാണോ ഉദ്ദേശിച്ചത്? അതോ ഈ രണ്ടിനെയും ഒന്ന് വിശദീകരിക്കാമെങ്കിൽ ഒന്നുകൂടെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. താങ്ക് യു. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. താങ്ക് യു. Question number 2 from Judge 2. കേൾക്കാമോ? കേൾക്കാം. ഈ പ്രസന്റേഷന്റെ ആരംഭത്തിൽ പറഞ്ഞു, എനിക്ക് മനസ്സിലാക്കുന്നത് ഈ കോവിഡ് എന്നുള്ള ഈ മഹാമാരി ഒരു പൈശാചിക മണ്ഡലത്തിന്റെ പ്രവർത്തനമാണ്, അല്ലെ പൈശാചികമായ ഒരു ഉത്ഭവമാണെന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് അതായത് ദൈവിക ശക്തിയാൽ അല്ലെങ്കിൽ ദൈവത്താൽ ഉളവായതാണോ അതോ പൈശാചികമായിട്ട് ഉളവായതാണോ? ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണോ അതോ പിശാചിൽ നിന്ന് വരുന്നതാണോ ഈ കോവിഡ് മഹാമാരി? നിങ്ങളുടെ ഒരു പ്രസന്റേഷൻ എനിക്ക് മനസ്സിലായത്
ഒരു പൈശാചിക പ്രവൃത്തിയാണെന്നാണ്. അതിന് പല വേർഷൻസ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു. ടീം T4 നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പറയാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ, അതായത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുന്നത്, നമ്മൾ പലപ്പോഴും ഭവന അന്തരീക്ഷത്തിൽ ഇരുന്ന് ആരാധിക്കണം. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ആരാധന വേണം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഭവന അന്തരീക്ഷത്തിൽ ഇരുന്ന് നമുക്ക് ഏകാഗ്രത അതുപോലുള്ളതിനുള്ളൊരു ആരാധന സാഹചര്യം നമുക്ക് ലഭിക്കുന്നില്ല. ലഭിക്കാത്തത് കൊണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടേതായ ഭൗതിക തലം നമ്മളെ ആ രീതിയിലേക്ക് നയിക്കപ്പെടുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ സഭയിൽ വന്ന് ആ ഒരു ആരാധന അന്തരീക്ഷം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ശുശ്രൂഷയെ ആ ഒരു ആരാധന അന്തരീക്ഷത്തിൽ ഇരുന്ന് ആരാധിക്കുന്ന ഒരു വ്യത്യസ്ത അനുഭവമാണ്. അല്ലാതെ പിന്നെ ചോദിച്ച ചോദ്യം പാടി ആരാധിക്കുന്ന അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പാടി പാട്ട് മുറുകിയിട്ട് ആരാധനയിലോട്ട് കയറുന്ന ഒരു തലമല്ല. സഭാ അന്തരീക്ഷവും എന്നാൽ ഭവനാന്തരീക്ഷവും രണ്ടും രണ്ടാണ്. അതാണ് പറയാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യം പറയട്ടെ ആൻസർ. പൈശാചിക മണ്ഡലത്തിന്റെ പ്രവൃത്തിയാണോ? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ പൈശാചിക മണ്ഡലത്തിന്റെ പ്രവൃത്തിയാണോ ദൈവത്തിന്റെ പ്രവൃത്തിയാണോ COVID-19 എന്നാണ് ചോദിച്ചത്. എന്നാൽ ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്, സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ തൊട്ടു അതുപോലെ തന്നെ ഇത്രയേറെ പ്രതിസന്ധി ഭൂലോകത്തിലാകമാനം ഒരുപോലെ ദൈവസഭയ്ക്കും ദൈവസഭയുടെ പ്രവർത്തികൾക്കും അതുപോലെ തന്നെ ആത്മീയ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും അതുപോലെ തന്നെ സുവിശേഷ ഘോഷണത്തിന് എല്ലാം ഇട്ടപ്പെട്ടത് കൊണ്ട് അതുമൂലം നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതൊരു പൈശാചിക സാത്താന്യ മണ്ഡലത്തിന്റെ തന്നെ പ്രവൃത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. താങ്ക് യു ടീം T4. നിങ്ങൾക്ക് മീറ്റിംഗ് എക്സിറ്റ് ചെയ്യാം. ജഡ്ജസ് പ്ലീസ് നോട്ട്, ഇപ്പം കഴിഞ്ഞത് T4 ആണ്. Next and final team T5. I repeat, next team chest number T5. We have chest number T5. T5, are you ready? Chest number T5. Yes, we are ready. Your time starts now. Good evening, pastors, elders, and the members of the judges. Today we are here to present our thesis on the topic what the problems church has faced during COVID-19 and their solutions. COVID-19 is a virus causing respiratory syndrome coronavirus. This has been first reported in city of Wuhan, China, and later very rapidly it has spread to the other countries as well. In UAE also we could see that coronavirus has been reported on January 29, 2020. The immediate effects which the government has taken in this regard was the closure of schools, and later it has led to the closure of places of worship, including churches. Church plays a very important role in the life of a Christian. God himself has ordained that church is a place of fellowship and the purpose to fulfill his will. If you look at Old Testament also, we can say that God himself has instructed Moses to build tabernacle, a place where most of the sacrifices and the festivals were celebrated, where people used to come together to sing hymns, praises to God in loud voices and in one accord. In the New Testament also, Jesus Christ himself has declared that I will build a church and the gates of hell will not prevail against it, according to Matthew chapter 16 and verse 18. In many times in New Testament, it has been represented that church is a symbol of Christ's body, which literally means that Christ on earth. We can see that in the New Testament, it has been emphasized from time to time the importance of association and the fellowship. People come to church to grow in spiritual life. They come to church to know about each other. They come to church to do their spiritual acts. Due to this COVID-19, the churches has been closed and the measures have been taken by different governments of the world, like social distancing, lockdown, and campaigning stay at home concept.
So the closure of church has led to the closure of fellowship, a closure of true worship, where worship is literally means a lifestyle for a Christian. Worship is a connection to God. But because of this COVID, where people lean on to churches for finding a comfort, this could not be practiced. Not only that, COVID-19 has also literally hit, the practice which has been from centuries together practicing, that is the Holy Communion, has also come to stand still. This COVID-19 has also affected the church budget because most of the people have lost their jobs and financially the markets have come down and people were not able to offer as they were offering in earlier before the COVID. And this COVID has also brought everyone into a testing situation of their loyalty, because with the click of mouse, people are able to enter into different denominations, different congregations, and they are exposed to different kind of teachings and preachings, which make them to deviate from the beliefs which they were holding on to. And the most vulnerable group we can see in this COVID-19 are the children. Children, yes, they are spiritual well-being and social life has been greatly affected as they have been confined to the four walls of the room, and they have been always on the laptop and computers, which are being exposed to a whole lot of things on online, which can put them into very dangerous situations. COVID-19 has also brought in some technological issues where strangers have started creeping into the meetings and they have passed on derogatory comments and hacked the data of many churches. As keeping all these things in mind, we would like to suggest some solutions. We firstly emphasize that the pastors and the elders of the church should give more importance on building the individual life and making people understand that church is not just a physical presence. Individually also in our home places, we will be able to connect to God. Our spiritual well-being is more important. Secondly, we would like to say that the church or the members, elders and the pastors can emphasize on the power of prayer. They can keep teaching on the prayer life, and different groups could be encouraged for keeping people in their spiritual journey on track. At the same time, with the technological advancements, online churches have come up and people can continue all those activities which they were used to do before COVID-19. The fellowship could be, yes, continued. The association could be done. The worship leaders can play a very important role in bringing the worship all together, making them people united in worship. At the same time, we also say that the concept which we are following of giving can still be encouraged by making people shift towards the digital payments. And the role of children and their spiritual life can be encouraged by constantly being in touch with them, knowing them, what is happening in their lives, texting them and calling them, and time to time motivating and counseling them. We also say that during this COVID-19, churches can play a very important role, and the pastors, especially, and the elders and the members can be involved to make children attend and enjoy the life which they were having in their Sunday school activities. Parents could be involved, and parents could also play a very important role in conducting the activities which earlier were conducted in Sunday school. And the technological issues which are also can be very well, yes, be cleared, or we can control the technological issues by setting a complicated passwords, as well as we can also have a control settings. And we can also teach about the online ethic, which is very important nowadays as we are all having COVID days. So hereby we would like to conclude saying that whatever may be the situation, with the power of faith in God, power of prayer, and word of God, any situation can be turned around. Thank you. Question number 1 by Judge 1. Thank you, Team 5, for your presentation.
My question comes from one of your points, loyalty question. And you brief in that the pandemic has opened new doors of online churches. I am afraid, is it not an opportunity for people to experience the universal church? And are you worried about the local church loyalty? Please explain. Thank you, Team 5, for your presentation. My question is, this pandemic crisis has led to severe mental distress among the people, and whether it is spiritual leaders or the laity, it affected their mental stage or mental situation. So how would, as a church as altogether or as a church leadership, how could they find a solution to the mental distress that the believers are passing through? Team T5, you can unmute and say your answers. Yes, answer to the question number 1. We specifically were mentioning about the loyalty of the local church. So this online churches has given a lot of scope for believers and Christians to enter into different denominations and congregation. Thereby they are what's the reality is that they are into comparison. What kind of worship there takes place, how the church is leading the members, how this church is leading the members. So in the Bible also, according to 2 Timothy 4:3, it is being said that for the time is coming when people will not endure sound teaching, but have itching ears. They will accumulate for themselves teachers to suit their own passions. So this could take place. The loyalty which they were having to their own church, they may not be able to show it, but they will. So where, suppose, let us think we have a Bible study going on. Instead of attending the Bible study of the local church, they may be attending some other congregation. They may be attending some other denomination. Meeting is going on. So my specifically, we are in specifying the loyalty which has been shown to the local church or to the church to which they belong to. Having a universal exposure is good, but there's the commitment which you have towards your own church and your own, that is more important, what we feel. Yes. And answer to the second question, the mental disturbances and the stress the present leaders are facing through. This is not new to the Christian life. We can see in the case of Moses, where he was leading the people in a large number from Egypt to the land of Canaan. Similarly, it has happened with David. It happened with Nehemiah also. Most of the church leaders have passed through such type of typical situations. They have put into mentally disturbed, but always they have looked upon to God. God is the ultimate provider, a comfort zone where all the church leaders can lean on to the God, they can submit and they can get that comfort and answers and right solutions for whatever the problems the church is having. That's what we would like to say. Thank you, Team T5. You can exit the meeting. Thank you.